എനിക്ക് ഇത്രയേ ഉള്ളൂ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കുറിച്ച് മോശം പറയുന്നു? അയാൾ ക്ഷമ ചോദിച്ചു കരഞ്ഞുകൊണ്ട്. അതിൽ അന്ന് ആ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ വ്യക്തിയുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ന്യൂസിലും വരുന്നില്ല, ഇതൊന്നും സോഷ്യൽ മീഡിയ ക്യാരിയും ചെയ്യുന്നില്ല. ഞാനിത് വെറുതെ ഞാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എൻ്റെ കോ ആക്ടേഴ്സിന്റെ ഗ്രോത്തിൽ അസൂയപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ എന്തിനു മാറണം? ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്ത് ഇവർ ഇതൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. പറയുന്നില്ലെങ്കിൽ എനിക്കും ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൽ സിനിമാ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മോശമാണ്. അസോസിയേഷനുകളുണ്ട്, ഇതിൽ സോൾവ് ചെയ്യാൻ ആൾക്കാരുണ്ട്, ഇതിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും. ഇത് ഇവൻച്വലി ഇത് സോൾവ് ആവും. പക്ഷെ ഞാൻ എൻ്റെ സുഹൃത്തിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. അതാണ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു ഇഷ്യൂ. അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് എന്നെ സംബന്ധിച്ച് ആര് വഴക്കുണ്ടാക്കുന്നില്ല. എൻ്റെ സുഹൃത്ത് എന്നെ കുറിച്ച് മോശം പറഞ്ഞു, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഇയാൾ മാത്രമല്ല, ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരുടെ പേരും എനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഇപ്പൊ നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡ്, ഇപ്പൊ നിങ്ങൾ ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് വിട്ടു, പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷുവർ ആയിരുന്നു ഒന്നും ചെയ്തിട്ടില്ലാന്ന്. പക്ഷേ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഡൗട്ട് വന്നു. ഇപ്പൊ ആ വീഡിയോ പുറത്താണ്, കോടതിയും അതിലൊന്നുമില്ലെന്ന് പറയുന്നു. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോൾ AI വെച്ചിട്ട് ഞാൻ ഒരാളെ തെല്ലുന്ന വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാനത് ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കും. ബട്ട് ഐ എം പ്രെറ്റി ഷുവർ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലീൻ ആയിട്ട് പറയണം.